ഹലോ ഗൈസ് അങ്ങനെ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ തുടങ്ങിയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. ഉണ്ട് കോസ്റ്റ്യൂമുണ്ട് സെറ്റാണ്. അപ്പോൾ കോസ്റ്റ്യൂമേഴ്സ് അടിപൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ആരും ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസിന് ഞാൻ പറയട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഊരുതണ്ടാണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. വേറൊരു കാര്യമുണ്ട്, ഇന്നലെ ഞാൻ ആ വെയിലത്ത് മുട്ടക്കുന്നും കൂടെ നടന്നിട്ടേ ഫുള്ള് ടാൻ അടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സൺസ്ക്രീം ഇതാക്കാം. ഞാൻ കുറേ മുമ്പ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ വാങ്ങലുണ്ടെങ്കിലും യൂസിങ് കുറവാട്ടോ. ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ ഈ സാധനം? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങും, കോസ്മെറ്റിക്സൊക്കെ വാങ്ങും, പക്ഷേ യൂസിങ് ഭയങ്കര മടിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സൺസ്ക്രീം ഇടാണ്ട് പിന്നെ മുടി റെഡിയാക്കണ്ട. നമുക്ക് സൺസ്ക്രീം നമുക്ക് ഇതിൽ തന്നെ ഇടാം. വെറുതെ ഒന്ന് കണ്ണാടി നോക്കണല്ലേ. വാവ്, മുടിയാണ് പ്രശ്നം. മുടി ചില നേരത്തെ എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവാറുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെ ഇടാം. ഓക്കെ, പിന്നെ ഇങ്ങനെ തേമ്പലാണ്. ഇപ്പം ഞാൻ ഇതൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വരാം. ഓക്കെ, ശരിക്കും മൂത്ത തേക്കാൻ ചെയ്യും. പക്ഷേ കുറച്ച് ബാക്കി നമ്മൾ കുറച്ച് കജ്ജുവിനും കൂടി തേക്കാം. ഇവിടുത്തെ കൈ നാശാണ്. അപ്പോൾ കൈയൊക്കെ സെറ്റായിട്ടുണ്ട്. ഐസൊക്കെ നല്ല ഇതിട്ട് കഴിഞ്ഞാൽ ഒന്ന് ഉണങ്ങണം കേട്ടോ. എന്നാലാണ് ഒന്നും കൂടെ നന്നാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിലിറങ്ങി എന്തായാലും ഇവിടെ അങ്ങനെ ഉണ്ട്, ചുവപ്പ് കളറോ സഹിക്കൂല. പക്ഷേ വെയിൽ കുഴപ്പമില്ല. മഴയാണ് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തത്. നമ്മൾ ആലോചിക്കുകയാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷൂവും പിന്നെ ഒരു എന്ത് ഡ്രസ്സും ആയിക്കോട്ടെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ മാറ്റി പോയിട്ട് ഈ ചീഞ്ഞ മഴ കൊണ്ടിട്ട് ഇത് ഏറ്റവും വലിയ ദേഷ്യം തരാം മുടി. അല്ല ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. മുടി നമ്മൾ ഇങ്ങനെ വാക്സൊക്കെ ഇട്ട് സെറ്റാക്കി കൊണ്ടുനടക്കും. എന്നിട്ട് ഒരു മഴ വന്നിട്ട് മുടി ഒന്ന് നാശാക്കാണ്ട് മുടി നമ്മളെങ്ങനെയൊക്കെയോ ആണ് കൊണ്ടുവരുന്നത്. മുടിമലാണ് ഞാനൊക്കെ പിടിച്ചിരിക്കണത്. മുടിയൊക്കെ നമ്മൾ സെറ്റാക്കി കൊണ്ടുവരുന്നതിന് ശേഷം മുടി മഴ പെയ്തിട്ടൊരു കൊളാക്കാണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ, സമയമായി. നമുക്കിന്ന് ഒരു മിനിറ്റ്, നമുക്കിന്ന് ഡെലിവറി ഉണ്ട് കേട്ടോ. നമ്മളെ പെർഫ്യൂമിൻ്റെ ഡെലിവറിയാണ്. അഡ്രസ്സ് ഞാൻ എഴുതിയിട്ടില്ല. അഡ്രസ്സ് ഇനി അവിടെ നിന്ന് പ്രിൻ്റ് എടുത്തിട്ട് വേണം. അപ്പോൾ പ്രിൻ്റ് എടുത്തിട്ട് അഡ്രസ്സ് വെച്ചിട്ട് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പോൾ ഗൈസ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പറും അക്കൗണ്ട് ഡീറ്റെയിൽസും ഞങ്ങളൊക്കെ കൊടുക്കാം. സോ അപ്പോൾ നമുക്ക് ഇത് ഡീറ്റെയിൽസിൽ കൊടുത്തിട്ട് ബാക്കി കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പ്രൊഡക്റ്റ് ഇവിടെ ഡീറ്റെയിൽസിൽ കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നേരെ ഇവിടെ ഏൽപ്പിച്ചിട്ട് നമുക്ക് നേരെ വിടാം. ഓക്കെ, സ്പീക്ക് ചെയ്യലാണ്. ഞാൻ ഈ വ്ളോഗ് ഓണെങ്കിൽ സ്പീക്ക് ചെയ്യണം. വിഷയം അങ്ങനെ ചെയ്യണ്ടേ? ഈ ക്യാമറ ഓണാണ്. ഇത് കലീസ്റ്റ് പയമ്പൂർ ചായ. ഇത് നമ്മുടെ കോഹിനൂർമാണ് തിരൂര്. നല്ല മിൽക്ക് ടീയും നല്ല എള്ളിട്ട പയമ്പരും. 20 മുതലായി. അങ്ങനെ നമ്മള് കോഴിക്കോട് പോയില്ല. നമ്മൾ നൈസായിട്ട് ഇവിടെ നമ്മൾ ചെക്കനെ കണ്ട് ചാടിക്കാൻ കയറിട്ടോ. ഏത് മൂടില്ലേ? ഇവിടെ ഏതൊരു തിരൂരിന്റെ താഴെ കണ്ടില്ലേ? കളിയേനെ പൊതുകൂടി കഴിച്ചിട്ട് വരാം. ഷാമിലേ, എൻ്റെ കുട്ടിക്കൊരു ടെഡി ബെയർ വേണ്ട. അതെ, ക്യാഷ് ഉണ്ട് കൂടുതലാണ്. അപ്പോൾ വലുതായിട്ട് എക്സ്പെൻസീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങണേ നമുക്ക് കുഴപ്പമില്ല. അതെ 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 നടക്കുന്നാല് തിരൂർ എനിക്ക്